ആലപ്പുഴയിലേക്ക് പോകാം. വിമതശല്യം മുന്നണികളെ അലട്ടുന്ന ജില്ല കൂടിയായി മാറുകയാണ് ആലപ്പുഴയും. പുന്നപ്രയിൽ കോൺഗ്രസ് വിമതരും രംഗത്തുണ്ട്. അമ്പലപ്പുഴയിൽ ലീഗ് സ്ഥാനാർത്ഥി പിന്മാറിയിട്ടുണ്ട്. കൃഷ്ണപുരത്ത് BDJS പത്രിക പിൻവലിച്ചു. രഘുനാഥ് ചേരുന്നുണ്ട്. രഘു, ആരൊക്കെ എവിടേക്കാണ് വാശിയോടുകൂടി വിമതരായി നിൽക്കുന്നത്? പ്രജീഷ്, ആലപ്പുഴയിൽ അത്ര വലിയ കാര്യമായ വിമത ശല്യമില്ല എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ആദ്യഘട്ടത്തിൽ LDFിലും UDFിലും ഇന്ത്യയിലും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. UDFിൽ കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. LDFിൽ CPMും CPIയും തമ്മിൽ ചില സീറ്റുകളെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. NDAയിലാകട്ടെ BDJSന്റെ ഒരു തട്ടകം കൂടിയായ BDJSന് ചില സീറ്റുകൾ കൂടി വേണം എന്നതിനെ ചൊല്ലിയൊക്കെ തർക്കമുണ്ടായിരുന്നു. എന്നാൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. ആദ്യമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ അമ്പലപ്പുഴ ഡിവിഷനിൽ നിന്ന് UDF കാൻഡിഡേറ്റിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അത് പിൻവലിച്ചിട്ടുണ്ട്. കൃഷ്ണപുരത്ത് ഇതേപോലെ തന്നെ BJPക്കെതിരായ സ്ഥാനാർത്ഥിത്വം BDJS പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ പുന്നപ്ര ഡിവിഷനിൽ, ജില്ലാ പഞ്ചായത്ത് പുന്നപ്ര ഡിവിഷനിൽ കോൺഗ്രസ് വിമതൻ മത്സരത്തിൽ രംഗത്ത് നിന്ന് പിന്മാറിയിട്ടില്ല. മറ്റേത് ഒരു പ്രശ്നം CPMും CPI തമ്മിലുള്ളതാണ്. പല പഞ്ചായത്തുകളിലും തർക്കങ്ങളുണ്ടായിരുന്നു. ഭൂരിഭാഗം പഞ്ചായത്തുകളിലെയും അല്ലെങ്കിൽ 99% പഞ്ചായത്തുകളിലെയും പ്രശ്നം പരിഹരിച്ചു. പക്ഷേ രാമങ്കരിയിൽ ആ പ്രശ്നത്തിന് പരിഹാരമായില്ല. CPIയും CPMും വെവ്വേറെ മത്സരിക്കുകയാണ്. അതും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരം. ഒപ്പം തന്നെ ആലപ്പുഴ നഗരസഭയിൽ രണ്ടിടത്ത് വിമതരുണ്ട്. ഒരെണ്ണം UDFിനും ഒരെണ്ണം LDFിനുമാണ്. ഈ ആലപ്പുഴ നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ CPM വിമതയാണ് രംഗത്ത് ഉള്ളത്. രഘുനാഥാണ് ആലപ്പുഴയിലെ ചിത്രം വ്യക്തമാക്കിയത്.